Hello friends, welcome back to my channel SSA Cooking World. ഇന്നാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നല്ല ഇലയടയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ നാട്ടിൽ കാസർഗോഡ് സ്പെഷ്യലായിട്ടുള്ള മഞ്ഞൾ ഇലയട ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് ഞാൻ തയ്യാറാക്കുന്നുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അത് കൂടാതെ കുഴക്കണ്ട പരത്തണ്ട ഒന്നും വേണ്ട, എളുപ്പത്തിൽ ആർക്ക് വേണേലും തയ്യാറാക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പിനടുത്ത് ജഗ്ഗരി പൗഡറിലെ ശർക്കര പൗഡർ, അതാണ് വെല്ലത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇത് ഏലക്കപ്പൊടിയാണ്. ഏലക്കപ്പൊടി നമ്മളുടെ കയ്യിൽ ഇല്ലെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കണ്ട, ഏലക്കനെ ചതച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിരകി വെച്ച ഫ്രഷ് കോക്കനട്ട് ഇല്ലേ, തേങ്ങ ചിരകി വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1/2 കപ്പ് ജഗ്ഗറിക്ക് 1 കപ്പ് തേങ്ങ, 1/2 കപ്പിന് കുറച്ച് താഴായിട്ട് വരും. 1/3 കപ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് തേങ്ങ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടി ഒന്ന് വെള്ളം ഒക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ ഒന്ന് നമ്മൾക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഈ നമ്മൾ ഉണ്ടാക്കുന്ന പണ്ടെന്ന് പറയും കേട്ടോ, നമ്മളുടെ നാട്ടിൽ ഇതിനെ തേങ്ങ ഉണ്ടാക്കുന്ന വെല്ലത്തിൻ്റെ പണ്ടെന്നാണ് പറയുന്നുള്ളത്. ഇത് നമ്മൾ മഞ്ഞച്ചപ്പല അപ്പത്തിന് ഉണ്ടാക്കുന്ന പണ്ടെന്നാണ് ഇതിന് പറയൽ. അപ്പോൾ ഈ പണ്ടത്തിൻ്റെ വെള്ളം വറ്റി വരണം. നല്ലോണം ജഗ്ഗറിൻ്റെ പാനില്ല, അത് നല്ലോണം ഇങ്ങനെ ലൂസായിട്ട് കൺസിസ്റ്റൻസി ഉണ്ടാവാൻ പാടില്ല. ആ ലൂസ് കൺസിസ്റ്റൻസി ആയാൽ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ അത് ഉണ്ടാക്കിയിട്ട് വെന്ത് വരുമ്പോഴേക്ക് അത് അടിയിൽ ഇങ്ങനെ ഒഴുകി വരും. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണ് നല്ല ഗീ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മളുടെ ഈ ഫില്ലിങ്സിന്. അപ്പോൾ അത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നമ്മൾക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ദാ കണ്ടില്ലേ, ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മാവ് തയ്യാറാക്കാനുണ്ട്. അത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നുള്ളത്. അതുകൂടാതെ നമുക്ക് റൈസ് പൗഡർ വെച്ചിട്ടും അതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് കുഴക്കണ്ട പരത്തണ്ട ഒന്നും വേണ്ട. ഇതൊക്കെ ചെയ്യേണ്ട മടിക്കാണ് കൂടുതൽ പേരും ഇത് തയ്യാറാക്കാതെ ഇരിക്കുന്നുള്ളതും. ഇലയിടെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപാട് മടിയായിരിക്കും. ഇതൊക്കെ തയ്യാറാക്കിയിട്ട് വേണ്ടേ നമുക്കത് കഴിക്കാമെന്ന് വെച്ചിട്ട്. കാസർഗോഡൻ ട്രഡീഷണൽ മെത്തേഡിലും ഞാൻ ഇതിനു മുമ്പ് മഞ്ഞളിൻ്റെ ഇല കൊണ്ട് അട ഉണ്ടാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. എന്നിട്ട് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം ഉപ്പിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, അതിനുശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. നല്ലോണം ലൂസായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടേബിൾ സ്പൂണ് നമ്മളുടെ സൺഫ്ലവർ ഓയിലില്ലേ അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നമ്മൾക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ കോരുമ്പോൾ അത് വിട്ട് പോവാത്ത വിധത്തിൽ വേണം നമ്മൾക്ക് ഇതിൻ്റെ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും അതിങ്ങനെ വിട്ട് പോവാതിരിക്കണം. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നമ്മളുടെ നാട്ടിൽ മാത്രമാണ് കേട്ടോ ഈ മഞ്ഞൾ ഇല കൊണ്ട് ഉണ്ടാക്കാറുള്ളത്.
ബാക്കി എല്ലാ നാട്ടിലും വാഴയിലയിലാണ് ഉണ്ടാക്കാറുള്ളത് ഇലയട. ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ ഇലയട എന്ന് വെച്ചാൽ മഞ്ഞൾ ഇല കൊണ്ട് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഇതാണ് കേട്ടോ മഞ്ഞളിൻ്റെ ഇല. ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നുള്ളത്. നിങ്ങൾ വാഴയില കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആ മാവിനെ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ടും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് മാവ് ഒഴിച്ചെടുക്കുന്നുള്ളത്. ഇത് പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ. എന്നിട്ട് ഓരോ സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് മറ്റേ കയ്യിൽ ഇത് ഒഴിക്കുന്നതുകൊണ്ടാണ് ഇല അങ്ങോട്ട് നീങ്ങി പോകുന്നതായിട്ട് കാണുന്നുള്ളത് കേട്ടോ. അങ്ങനെ മാവ് ഫുള്ളായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ ഫില്ലിങ്സിനെ നടുവിലേക്ക് ഇതിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒന്നും കൂടി പറഞ്ഞു തരുന്നതാണ്. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ മൂടി വെച്ചിട്ട് നമുക്ക് സ്റ്റീമറിലിട്ടിട്ട് ആവി കയറ്റിയെടുക്കാം. വാഴയിലയിൽ ചെയ്യുവാണെങ്കിൽ ഇതിനേക്കാളും നല്ല സൂപ്പറായിരിക്കും കാണാൻ. ഇത് കാണുമ്പോൾ കുറച്ച് മെലിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ മഞ്ഞളിൻ്റെ ഇലയിൽ ചെയ്യുമ്പോഴത്തേന്. ഇത് കട്ടി കുറഞ്ഞിട്ട് നല്ല കുഞ്ഞു ഇലയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് മെലിഞ്ഞ ഇലയായിട്ട് അപ്പമായിട്ട് എനിക്ക് കിട്ടുന്നുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല തടിച്ചിട്ടൊക്കെ ഉണ്ട് ഇലയൊക്കെ ആണെങ്കിൽ, വീതിയൊക്കെ ഉള്ള ഇലയൊക്കെ ആണെങ്കിൽ നല്ല വീതിയുള്ള അപ്പം തന്നെ കിട്ടും. അപ്പോൾ ഇത് മഞ്ഞളുടെ സ്മെല്ല് കൂടി നമുക്ക് ഈ ഇലയുടെയൊക്കെ കിട്ടുന്നുണ്ട്. ഈ മഞ്ഞളുടെ ഇല വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിന് നല്ല ബെനിഫിറ്റ് കൂടി ഉണ്ട് കേട്ടോ. മഞ്ഞൾ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധം കൂടിയാണ്. വീട്ടിൽ മഞ്ഞളിൻ്റെ ഇല ഉണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് നോക്കണം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. മഞ്ഞൾ ഇല കൊണ്ട് ഉണ്ടാക്കിയാൽ ഇലയട ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ പോലും ഇഷ്ടത്തോടെ കഴിക്കും ഈ അട. ഇതിൻ്റെ അളവുകൾ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവർ ഒന്ന് പോയി കണ്ടു നോക്ക്. അപ്പോൾ ഇത് എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ഒരു ദിവസമല്ല 2 ദിവസം വെച്ചാലും ഇങ്ങനെ തന്നെ ഇരിക്കും. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.